ഡോക്ടറെ നമസ്കാരം. നമസ്കാരം സർ. നമ്മളിന്ന് സോറിയാസിസിനെ കുറിച്ച് സംസാരിക്കാന്നാണല്ലോ പറഞ്ഞിരുന്നത്. ശരിക്കും ഈ സോറിയാസിസ് എന്ന് പറയുന്ന രോഗം ശരിക്കും ആളുകൾ കഷ്ടപ്പെടുന്ന ഒരു രോഗമാണ്. അതെ, തീർച്ചയായിട്ടും ഒരു വിട്ടുമാറാത്ത വ്യാധിയായിട്ടാണ് നമ്മൾ എല്ലാവരും തന്നെ കാണുന്നത്. അതെ അതെ, ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വരെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതെ, സ്കിന്നിലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് പറയുവാനും അത് മറ്റുള്ളവരുടെ മുമ്പിൽ വരാനും തന്നെ ബുദ്ധിമുട്ടാണ് സോറിയാസിസ്. ആക്ച്വലി ഇതൊരു ക്രോണിക് ആയിട്ടുള്ള ഡിസീസ് തന്നെയാണ്. പേഷ്യന്റ് തന്നെ കോപ്പറേറ്റ് ചെയ്താലാണ് ഇതിന് ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഈ ശരിക്കും ഇത് സ്കിന്നിൽ കാണുമ്പോഴാണല്ലോ നമ്മൾ തിരിച്ചറിയുന്നത്. അതിന് മുമ്പത്തെ അവസ്ഥ എന്തായിരിക്കും? മുമ്പത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാവാനുള്ള കാരണം വിരുദ്ധാഹാര സേവനാസ്, മെന്റൽ സ്ട്രെസ്, അതുപോലുള്ള സോൾട്ടി സോറായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ, എക്സസ് ആൽക്കഹോൾ കഴിക്കുന്നവർക്ക്, പിന്നെ ജനറ്റിക് ടെൻഡൻസി, ഇതാണ് വരാനുള്ള നിദാനാസ് എന്ന് പറയുന്നത്. ഇതിക്ക് മുമ്പ് വരുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് സ്കിന്നിൽ നല്ല ഇച്ചിങ് ടെൻഡൻസി ഉണ്ടാവും ചിലവർക്ക്. അത് പേഷ്യന്റിന്റെ പ്രകൃതി അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന സിംറ്റംസ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കും. ലാസ്റ്റ് സ്റ്റേജിലാണ് ഇത് പുറത്തേക്ക് വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആഹാര വിഹാരാസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാവുന്ന അസുഖമാണ്. ഇപ്പൊ ഡോക്ടർ പറയുന്നത് ആളുകളുടെ ആഹാര ജീവിത ശൈലി സോറിയാസിസിന് ഒരു കാരണമാണ് അല്ലെ? തീർച്ചയായിട്ടും. എടുത്തു പറഞ്ഞ പോലെ ആൽക്കഹോൾ കൂടുതൽ കൺസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വിരുദ്ധ ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ, മെന്റൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ പോലും സോറിയാസിസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാകാം. അത് ശരിയാണത്. ഇന്ന് അങ്ങനെ തന്നെയാ കാണുന്നത്. അട്ടെ, ഇതിൽ എന്തെങ്കിലും ഒരു പ്രതിവിധി നമുക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ ആയുർവേദത്തിലെ? ഞാൻ പറഞ്ഞല്ലോ, ഇത് എല്ലാ അസുഖവും, ഇപ്പൊ സോറിയാസിസ് മാത്രമല്ല, ഏത് അസുഖമാണെങ്കിലും നമ്മൾ ആദ്യം വയറ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ ശോധന, നമ്മളുടെ അഗ്നി, നമ്മളുടെ മെറ്റാബോളിസം ക്ലിയർ ചെയ്യുന്നതാണ്. ഈ മെറ്റാബോളിക് ചാനൽസിന് ബ്ലോക്കേജ് വരുമ്പോഴാണ് ഈ ആമ ഫോം ചെയ്തിട്ട് ഈ സോറിയാസിസ് പോലുള്ള അസുഖങ്ങൾ നമുക്ക് വരുന്നത്. അപ്പൊ നമ്മളുടെ ശരീരത്തിൽ pH കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. pH കറക്റ്റ് ചെയ്ത് ഈ അസിഡിക്കും ആൽക്കലിനും ആ മീഡിയം കറക്റ്റ് ചെയ്യുക. നമ്മുടെ ബ്ലഡ് അസിഡിക് ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ, സ്കിൻ ഡിസീസസുകൾ വരുന്നത്. സോറിയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിൽ വാദം, പിത്തം, കഫ, ദോഷാസിന്റെ ഇംബാലൻസ് മൂലം രക്തത്തിൽ അത് മിക്സ് ചെയ്ത് രക്തവിസേഷൻ സംഭവിച്ചിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. അപ്പൊ നമുക്കിതിന് ഓരോ പേഷ്യന്റിനും വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ വാദ പേഷ്യന്റ് ആണെങ്കിൽ അവരുടെ സ്കിൻ കണ്ടാൽ അറിയാൻ പറ്റും, ഭയങ്കര ഡ്രൈ ആയിരിക്കും, സ്കെയിലി ആയിരിക്കും. അപ്പോൾ ഇപ്പൊ കഫ ആണെങ്കിൽ ഇച്ചിങ് ഉണ്ടാവും, ഡിസ്ചാർജസ് ഉണ്ടാവും. പിത്ത ആണെങ്കിൽ ഭയങ്കര ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും, ഇൻഫ്ലമേഷൻ, റെഡ്നെസ്. അപ്പൊ നമ്മളൊരു പേഷ്യന്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരുടെ ഹിസ്റ്ററി കംപ്ലീറ്റ് എടുത്തതിന് ശേഷം അവരുടെ സ്കിന്ന് നമ്മൾ അസസ് ചെയ്യും. ഏത് ദോഷാസാണ് അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്. അതനുസരിച്ചിട്ടാണ് നമ്മൾ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അതനുസരിച്ചുള്ള ഡയറ്റും അവരുടെ വിഹാരാസും നമ്മൾ തന്നെ പറഞ്ഞ് അത് ലൈഫ് സ്റ്റൈൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു